എല്ലാ കുട്ടികൾക്കും ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രിയെ പറ്റിയാണ് അറിയാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക്കൽ എഫക്ട്സ് ആൻഡ് ഓഫ് ദ കെമിക്കൽ ഫിനോമിന ദാറ്റ് ആർ കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് കറണ്ട്. ഇപ്പം മനസ്സിലായി, ഇലക്ട്രിക്കൽ എനർജിയെ പറ്റിയുള്ള പഠനമാണ്. അന്നേരം ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ എനർജി. എവിടുന്നാണ്? ഫ്രം കെമിക്കൽ റിയാക്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം കെമിക്കൽ റിയാക്ഷൻസ്. ഇതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇലക്ട്രിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി. നമ്മളിവിടെ ഇലക്ട്രോ കെമിസ്ട്രിയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് സെൽസ്. പല വിധത്തിലുള്ള സെൽസ് നമുക്കറിയാം. അതായത് നമ്മുടെ റിമോട്ടിലിടുന്ന ബാറ്ററി തീർന്നു പോകുമ്പോഴുള്ള വിഷമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻവേർട്ടറിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ബാറ്ററി, ക്ലോക്കിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററികൾ. അന്നേരം നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഇതാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ശാഖ. What is electrochemistry? Electrochemistry is the study of chemical reactions which take place at the interface of an electrode, usually a solid, metal or semiconductor, and an ionic conductor, the electrolyte. Electrochemistry deals with the interaction between the electrical energy and chemical energy. Electrochemistry deals with the interaction between electrical energy and കെമിക്കൽ എനർജി. അതായത് കെമിക്കൽ എനർജി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ആക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാ കണ്ടുപിടുത്തവും പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുന്നതല്ല. അനേകം നൂറ്റാണ്ടുകളുടെ കണ്ടുപിടുത്തങ്ങളുടെ ആകെത്തുകയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളെല്ലാം. ഇംഗ്ലീഷ് കെമിസ്റ്റ് ജോൺ ഡാനിയൽ and physicist Michael Faraday both credited as founders of electrochemistry today. മൈക്കൽ ഫാരഡേ, ജോൺ ഡാനിയൽ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡാനിയൽ സെല്ല്, പിന്നെ മൈക്കൽ ഫാരഡയെ പറ്റിയും ധാരാളം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ദി ഫസ്റ്റ് ജർമ്മൻ ഫിസിസിസ്റ്റ് ഓട്ടോ വോൺ ക്രിയേറ്റ് ദ ഇലക്ട്രിക് ജനറേറ്റർ വിച്ച് പ്രൊഡ്യൂസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ബൈ അപ്ലൈയിങ് ഫ്രിക്ഷൻ ഇൻ ദ മെഷീൻ. അതുപോലെ ദ ഇംഗ്ലീഷ് സയന്റിസ്റ്റ് വില്യം ഗിൽബർട്ട് 17 years experimenting with the magnetism and to a lesser extent electricity. അനേകരുടെ ഇതിൻ്റെ ആകെത്തുകയാണ്, അനേകരുടെ പഠനത്തിൻ്റെ ആകെത്തുകയാണ് നമ്മളിന്ന് കാണുന്ന ഇപ്പോഴത്തെ ഈ ഫീൽഡ്. അന്നേരം ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെല്ലിൻ്റെ ഉപയോഗം, അതാണ് ബാറ്ററീസ്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ടേഴ്സ്, fuel cells, some electrochemical device, electrochemical methods of analysis. ഇതെല്ലാം applied aspect of electrochemistry ആണ്. There are various extremely important electrochemical processes in both nature and industry. The coating of objects with the metals or metal oxide through electrode deposition and the detection of alcohol in drunken drivers through the redox reaction of ethanol. നിങ്ങൾക്കറിയാം, ഡ്രൈവിംഗ് ഒക്കെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ പോലീസുകാർ വന്ന ഡ്രൈവേഴ്സിനെയൊക്കെ ഊതിക്കുന്നത്, അതായത് അനലൈസർ, ബ്രീത്തിങ് അനലൈസർ. അവിടെ എന്താണ് അവിടെ നടക്കുന്നത്? നിങ്ങൾ ഒരു കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഡിറ്റക്ഷൻ ഓഫ് ആൽക്കഹോൾ. എന്തിനാണ് ഊതിക്കുന്നത്? ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അന്നേരം ഡിറ്റക്ഷൻ ഓഫ് ആൽക്കഹോൾ ഇൻ ഡ്രങ്കൺ ഡ്രൈവേഴ്സ് ത്രൂ ദ റിഡോക്സ് റിയാക്ഷൻ ഓഫ് എഥനോൾ. എഥനോളിനകത്ത് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ കെമിക്കൽ റിയാക്ഷനിലൂടെ നമുക്ക് ഇത് കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അന്നേരം ഇത് ഊതുമ്പോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ശബ്ദമൊക്കെ കേൾക്കും. അന്നേരം അതാണ് ഇതിന്റെ പിറകിലുള്ള കെമിസ്ട്രി എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ ഡയബറ്റിക്സ് ബ്ലഡ് ഷുഗർ മീറ്റേഴ്സ് measure the amount of glucose in the blood through its redox potential. അന്നേരം നമുക്കറിയാം ഡയബറ്റിക് പേഷ്യൻസിനെയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അന്നേരം ഇവിടെ റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ?
ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സിനെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഓക്സിഡേഷൻ? ലോസ് ഓഫ് ഇലക്ട്രോൺ. റിഡക്ഷൻ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണെ കൊടുക്കുന്നതും ഇലക്ട്രോണെ കിട്ടുന്നതും. ആ രണ്ട് റിയാക്ഷൻ കൂടെ ഒരുമിച്ച് വരുമ്പോഴാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് കോസ് ഓക്സിഡേഷൻ ബൈ ബീയിങ് റെഡ്യൂസ്ഡ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാലോ സബ്സ്റ്റൻസ് ദാറ്റ് കോസ് ഓക്സിഡേഷൻ ബൈ ബീയിങ് റെഡ്യൂസ്ഡ്. ഓക്കെ, ഇനി ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റിന്റെ ഒക്കെ ഇത് നോക്കുക. നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ നമ്മളുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഈ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത് റിഡക്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. റിഡക്ഷന്റെ കൂടെ ഓക്സിഡൈസിങ് ഏജന്റിനെ കൊടുക്കുക, ഓക്സിഡേഷന്റെ കൂടെ റെഡ്യൂസിങ് ഏജന്റിനെയും കൊടുക്കുക. ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. Electrochemical cell converts the chemical energy liberated during the reaction to electrical energy. Electrochemical cell എന്താണ്? Converts chemical energy liberated during the redox reaction into electrical energy and has an electrical potential equal to 1.1 volt. 1.1 volt electrochemical cell. പിന്നെ electrochemical cell എന്നൊരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല്. എക്സാമ്പിൾ ആണ്. ഡാനിയൽ സെല്ലിനകത്ത് ആരൊക്കെയാണ്? ആനോഡായിട്ട് സിങ്കും കാഥോഡായിട്ട് കോപ്പറുമാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. ഇൻട്രഡക്ഷൻ ടു ഇലക്ട്രോ കെമിസ്ട്രി. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചു. അന്നേരം എങ്ങനെയാണത്? ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആർ കമ്പോസ്ഡ് ഓഫ് 2 ഇലക്ട്രോഡ്സ്, സോളിഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആൻഡ് അറ്റ് ലീസ്റ്റ് 1 ഇലക്ട്രോലൈറ്റ്. ഇൻ മെനി സെൽസ് ദ ഇലക്ട്രോലൈറ്റ് ഈസ് ഓഫൻ എ മോയിസ്റ്റ് പേസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സംടൈംസ് one electrode is the cell container. The positive electrode is defined as a cathode and the negative electrode is defined as the anode. പോസിറ്റീവും നെഗറ്റീവിനെയും നമ്മൾ കാഥോഡും ആനോഡുമായിട്ട് ഇവിടെ വിളിക്കുന്നു. The electrode flow through the external circuit from anode to the cathode. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺ പോകുന്നു. ഇവിടെ ഇത്രയും നമ്മൾ ആനോഡിനെയും കാഥോഡിനെയും ഒക്കെ പരിചയപ്പെട്ടു. അന്നേരം എന്താണ് ആനോഡ്, എന്താണ് ആനോഡിന്റെ ചാർജ്, കാഥോഡിന്റെ ചാർജ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഇലക്ട്രോകെമിക്കൽ സെല്ലിന് ഒരു എക്സാമ്പിൾ ആണ്. ഇലക്ട്രോകെമിക്കൽ സെല്ലിന് ഇതാണ് ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കെമിക്കൽ എനർജി ഈസ് ചേഞ്ച് ടു ദ ഇലക്ട്രിക്കൽ എനർജി. ഓക്സിഡേഷൻ ഒക്കേഴ്സ് അറ്റ് ദ ആനോഡ്, റിഡക്ഷൻ ഒക്കേഴ്സ് അറ്റ് കാഥോഡ്. ഇവിടെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഗാൽവാനിക് സെല്ലിന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. റിഡക്ഷനും ഓക്സിഡേഷനും അവിടെ നടക്കുന്നു. ഡാനിയൽ സെല്ല് എക്സാമ്പിൾ ആണ്. നമുക്ക് ഡാനിയൽ സെല്ലിന്റെ ഒന്നും കൂടെ പരിചയപ്പെടാം. സിങ്ക് മെറ്റല്, കോപ്പർ മെറ്റല്. സിങ്ക് മെറ്റൽ സിങ്ക് സൾഫേറ്റിൽ മുങ്ങിയിരിക്കുന്നു, അതൊരു ഹാഫ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നു. കോപ്പർ മെറ്റൽ കോപ്പർ സൾഫേറ്റിൽ മുങ്ങിയിരിക്കുന്നു, അത് വേറൊരു ഹാഫ് സെല്ല്. സിങ്ക് മെറ്റൽ അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ആനോഡ് ഹാഫ് സെൽ, അല്ലെങ്കിൽ അവിടെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയാം. കോപ്പർ സൾഫേറ്റ് മുങ്ങിയിരിക്കുന്നതാണ് കാഥോഡ്. കാഥോഡിന്റെ ആ ഹാഫ് സെൽ നമുക്ക് റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് പറയാം. സിങ്ക് സൾഫേറ്റിൽ നിന്ന് അല്ലെങ്കിൽ സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? കോപ്പർ മെറ്റലിലേക്ക് അല്ലെങ്കിൽ കോപ്പറിന്റെ ആ ഹാഫ് സെല്ലിലേക്ക് പോകുന്നു. ഇവിടെ അതാണ് കാണിച്ചിരിക്കുന്നത്. 2 ഹാഫ് സെൽ കൂടി ചേർന്നാണ് ഡാനിയൽ സെൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഡാനിയൽ സെല്ലിനകത്ത് ആനോഡിന്റെ റിയാക്ഷൻ? സിങ്ക് സോളിഡ് എന്തായി മാറുന്നു? സിങ്ക് 2+2 ഇലക്ട്രോണുമായി മാറുന്നു. കാഥോഡിനകത്ത് റിയാക്ഷൻ ആ ഇലക്ട്രോണെ Cu2+ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറുന്നു. അതാണ് സിങ്കും സിങ്കിനകത്ത് ആനോഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ആനോഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നു. കോപ്പറിന്റെ കാഥോഡിനകത്ത് റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നു. ഇതാണ് ഓർത്തിരിക്കുക. ആനോഡ് ഓക്സിഡേഷനും കാഥോഡ് റിയാക്ഷനും ഈ 2 ഹാഫ് സെല്ലും കൂടെ കൂടി ചേർന്നാണ് ഒരു ഗാൽവാനിക് സെല്ല് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഒരു ഇൻവേർട്ടഡ് യൂട്യൂബ് ഉണ്ട്, അതാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോൾട്ട് ബ്രിഡ്ജ് നമുക്ക് എങ്ങനെയാണ് ഈ സെല്ലിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്? ആനോഡ് പാർട്ടിനെ ആദ്യം എഴുതുക, അത് കഴിഞ്ഞാണ് കാഥോഡ്. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഡാനിയൽ സെൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് 2+ ആയി മാറി.
സിങ്കിന്റെ സ്റ്റേറ്റ് സോളിഡ് ആണ്. സിങ്ക് 2+ന്റെ സ്റ്റേറ്റ് അക്വസ് ആണ്. സിങ്ക് / സിങ്ക് 2+, അതാണ് ആനോഡ് ആദ്യം എഴുതി. ആനോഡിൽ നടന്ന റിയാക്ഷൻ, ആദ്യം മെറ്റൽ എടുത്തു, സിങ്ക് എടുത്തു. സിങ്കിന് എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു. സിങ്ക് 2+ ആയി മാറി. സിങ്ക് / സിങ്ക് 2+2 ആയി മാറി. അടുത്തതായിട്ട് ഡബിൾ സ്ലാഷ്, അതായത് ഇതൊരു ഹാഫ് സെല്ലിനെ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്തിനോട്ടാണ് പോകുന്നത്? കാഥോഡിലോട്ടാണ് പോകുന്നത്. അതെല്ലാം അവിടെ വേർതിരിവുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് 2 സ്ലാഷ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്തത് കോപ്പർ +2 ആയിരുന്നു. കോപ്പർ +2 ഈ ആനോഡിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോണിക് സ്വീകരിച്ച് എന്തായി മാറി? കോപ്പർ ആയി മാറി. കോപ്പർ +2 / കോപ്പർ. കോപ്പർ +2ന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അക്വസ് സ്റ്റേറ്റ് ആണ്. കോപ്പർ അതെന്തായി മാറുന്നു? കോപ്പർ സോളിഡ് ആയിട്ട് മാറുന്നു. അന്നേരം ഇവിടെ സിങ്ക് / സിങ്ക് +2 /Cu2+ /Cu. ഇതാണ് നമ്മൾ എന്തിനെ കാണിക്കുന്നത്? ഒരു സെല്ലിനെ റെപ്രസെന്റ്. ഇപ്പൊ ഇത് ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറയും. വളരെ സിമ്പിൾ ആണ് ഈ കാര്യങ്ങൾ. ആനോഡ് ഏതാ കാഥോഡ് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആനോഡിനെ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് കാഥോഡിനെ കാണിക്കുക. ഇനി നമുക്ക് ഒരു കോപ്പറും സിൽവറും കൂടെ വരുവാണെങ്കിൽ എന്തായിരിക്കും അവിടെ നോക്കാം. കോപ്പർ ആനോഡാണ്, കാഥോഡായിട്ട് സിൽവറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ആനോഡും കാഥോഡും തിരഞ്ഞെടുക്കുന്നത് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കും. അത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഒക്കെ വെച്ചാണ് ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇവിടെ സെല്ലിന് ഒരു കോപ്പറും സിൽവറും കൂടെ വരുവാണെങ്കിൽ കോപ്പർ ബാർ കോപ്പർ 2+. അതിൽ നിന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കിയത്? ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് കോപ്പറിലാണ് നടക്കുന്നത്. അതാണ് കോപ്പർ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അതായത് ഓക്സിഡേഷൻ സംഭവിച്ചു. കോപ്പർ / കോപ്പർ 2+, ഡബിൾ സ്ലാഷ്, അതായത് ആനോഡിന്റെ ഹാഫ് സെൽ തീർന്നു. അടുത്തതാണ് കാഥോഡിന്റെ റിഡക്ഷൻ ഹാഫ് സെല്ലിനെ പറ്റി പറയാണ്. റിഡക്ഷൻ ഹാഫ് സെല്ല് സിൽവർ ആണ്. Ag+, ഇവിടുന്ന് ഇലക്ട്രോണെ സ്വീകരിച്ചു. അന്നേരം 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലും ഇവിടെ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ Ag+ മാത്രമേ കാണിക്കുന്നുള്ളൂ. /Ag എന്ന് കാണിക്കുന്നു. 2Ag+ കാണിക്കുന്നില്ല, Ag+ മാത്രമേ കാണിക്കുന്നുള്ളൂ. Ag+ /Ag. അന്നേരം പറയുകയാണ് ഇവിടുത്തെ സെല്ല് റെപ്രസെന്റ് ചെയ്യുന്നത് കോപ്പർ / കോപ്പർ 2+, /സിൽവർ /സിൽവർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. Ag. ഓക്കെ, ഇതാണ് സെൽ റെപ്രസെന്റേഷൻ, സെൽ അല്ലെങ്കിൽ സെൽ ഡയഗ്രം.